ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ഒന്ന് ചുട്ടെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, പുതിനയില, 1/4 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. 8 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. സ്കിന്നില്ല കേട്ടോ, നിങ്ങൾക്ക് സ്കിന്ന് വേണിച്ചെങ്കിൽ സ്കിന്നോട് തന്നെ മേടിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ കല്ലുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലേ ഉള്ളൂ ആ കമ്പിയിൽ നമ്മൾ വെക്കുമ്പോൾ നല്ല പതിഞ്ഞിരിക്കുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പൊങ്ങിങ്ങനെ നിൽക്കും, അപ്പോൾ ശരിയാവില്ല. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ശരിയാവില്ല. ഇങ്ങനെ എല്ലാ പീസും ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം. നമ്മളിത് വരഞ്ഞു കൊടുത്തതുകൊണ്ട് എല്ലായിടത്തും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. എല്ലാ ചിക്കൻ പീസും ഇതേപോലെ മസാല പുരട്ടിയെടുക്കുക. ഇപ്പോൾ എല്ലാത്തിലും മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 6 to 8 മണിക്കൂർ അത്രയെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിവിടെ 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. കനലുണ്ടാക്കാൻ വേണ്ടി മെഷർമെൻ്റൊക്കെ നോക്കുകയാണ് കറക്റ്റ് തന്നെ അല്ലേന്ന്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്ത് നോക്കുകയാണ് കേട്ടോ. ചിക്കൻ ഒന്നും കൂടി ഒന്ന് മസാല പുരട്ടി കൊടുക്കുക. ഇത് വെള്ളം മേലെയും മസാല താഴെയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മസാല എല്ലായിടത്തേക്കും ആവണ രീതിയിലൊന്ന് ശരിയാക്കി കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും ആ നെയ്യാക്കി കൊടുക്കുക. ചിരട്ട കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കനലുണ്ടാക്കുന്നത്. ഗ്രില്ലിൽ ഓയിലൊന്ന് തടവി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്ക് കഴുകുമ്പോഴാണ് പ്രശ്നം. ഇനി ഗ്രില്ലിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് 4 എണ്ണം പിന്നെ 4 എണ്ണം അങ്ങനെ 8 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഗ്രില്ല് ചെയ്യണത്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം പോവില്ല, അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഗ്രില്ല് ചെയ്യേണ്ടി വരും. ഇനി ഗ്രില്ല് ഇതേപോലെ ശരിയാക്കിയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ചിക്കനൊക്കെ പുറത്ത് പോകും. ഇനി ചിക്കൻ കൊണ്ടുപോയി കനലിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കാം. തിരിച്ചു കൊടുക്കണം. ചിക്കൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുരുമുളക് പൊടി നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇത് ചിക്കൻ്റെ 2 സൈഡിലും നമുക്കിങ്ങനെ തെളിച്ചു കൊടുക്കാം. ചിക്കൻ്റെ 2 സൈഡും ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടുണ്ട് കേട്ടോ, നല്ല നിലാവുണ്ട്. ചന്ദ്രൻ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങോട്ടോ പോയി കാർമേഘത്തിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ അതാ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാം. ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുബൂസിൻ്റെ കൂടെ മയണൈസും കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്